ജീവനോടിരിക്കുന്ന ഒരു മനുഷ്യന് ഒരു ലെഗസി എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിൽ മാത്രമേ സക്സീഡിങ് ജനറേഷൻ നമ്മളെക്കുറിച്ചൊന്ന് ഓർത്തിരിക്കുകയുള്ളൂ. അല്ല നമ്മൾ ചത്തും കുഴിച്ചിട്ടു ദാറ്റ് വുഡ് ബി ദി എൻഡ് ഓഫ് ഇറ്റ്. അതല്ല, ഇന്നാരുണ്ടായിരുന്നു, ഇന്നാര് സംസാരിച്ചു, ആ മനുഷ്യൻ അതിനകത്ത് പറഞ്ഞ കഥ വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. അങ്ങനെയുള്ള ചെറിയ സ്റ്റോറീസ്, ചെറിയ അനക്ഡോട്ട്സ്. പിന്നെ നമ്മൾ ഈ പഠിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഐ ക്യാൻ ഹാവ് ഇറ്റ് ഫ്രം എനി സോർട്സ്. അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഈസ് ആൻ ഇൻസ്പിറേഷൻ ഫോർ മീ. ഇറ്റ്സ് ആൻ ഇൻസ്പിറേഷൻ ഫോർ മീ. ആ ഒരു ഇൻസ്പയർഡ് മൊമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗോഡ് ഗിവൺ. ആൻഡ് ഐ നെവർ സെഡ് നോ ടു എനിബഡി whenever the request comes for a sermon, delivering a sermon or a speech like that. Yeah. അപ്പോൾ അങ്ങനെ പോകുന്നില്ല സാർ. പിന്നെ ലാസ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സാറ് you have experience of the family life back in Kerala and here also here in USA. Yeah. How do you think about your son and the family life here? Are you satisfied with their moving forward, or other personal question? Yeah, sure. Thank you so much. I am very much happy or happier or happiest man now. Okay. കാരണം കോട്ടയത്തെ വീട്ടിൽ വെച്ച് ഞങ്ങൾ ഏത് രീതിയിലായിരുന്നു, ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥനകളും ഒക്കെ ചെയ്തായിരുന്നു, അതുപോലെ തന്നെയാണ് ഇവിടെയും. അതിനകത്ത് ഐ ആം റിയലി ഗ്രേറ്റ്ഫുൾ. ഈ രണ്ട് മക്കളും ആ പ്രാർത്ഥനയ്ക്ക് വന്ന് അടുത്തിരുന്ന് ഞങ്ങൾ പാട്ട് പാടി വേദപുസ്തകം വായിച്ച് അവർ രണ്ടുപേരും പ്രാർത്ഥിച്ച് ഞങ്ങളിൽ ഒരാളും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളത് വൈൻഡപ്പ് ചെയ്യുള്ളൂ. പിന്നെ അതിനകത്ത് കിട്ടിയിരുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എൻ്റെ ഡോട്ടറിലോ അവളും ഇതുപോലെ പ്രാർത്ഥിക്കാതെ അത്താഴത്തിന് അകത്തോട്ട് കയറിയത്. പ്രാർത്ഥന കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ പ്രാർത്ഥിച്ചില്ല, പ്രാർത്ഥന കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം റെഡി ആയിരിക്കും. കിച്ചൺ മേ ബി റെഡി, ബട്ട് we will take food only after prayers. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പോലും ആ രീതിയിൽ ഒരു പ്രാർത്ഥനയൊക്കെ നടത്തി. ദാറ്റ് ഈസ് ഹൗ. സോ ഐ ഡോണ്ട് ഫീൽ മച്ച് ഓഫ് എ ഡിഫറൻസ് ബിറ്റ്വീൻ കേരള ആൻഡ് സ്റ്റേറ്റ്സ് ഓഫ്. That is a different of since they are both in the same profession, yeah, and they are coming together, going together, and they may have time. Yeah. But that is the situation is not same like other in your old family. You know that some of them Yeah. are working in the night, some of them are and the children are also coming in different times. Yeah. So they don't have time to sit together and talk and all these things. I mean, there is a lot of drawbacks compared to that. Yeah. അതാണ് ഞാൻ മറ്റൊന്ന് പറയാം. ഇത്രയും എനിക്ക് സാറ് പ്രത്യേകിച്ച് ഈ സെനിയുടെയാണ് ഈ ഹൂസ്റ്റൺ വോയിസ്. സെനിയുടെ ഹൂസ്റ്റൺ വോയിസ് ഇങ്ങനെ സെനി what he is doing is he is trying to get it, interview people, especially people like eminent people like you, and then he is going to send it to the whole world. So the whole world watch it. Seni woman is doing a very great job. Yeah, sure. It's a fantastic job. Yeah. Thank you, Seni, for calling me. You're welcome, sir. John K. Mathis, sir. പിന്നീട് ബ്രദറിനോ പിന്നെ എൻ്റെ സ്റ്റുഡൻ്റാ ബെസിലിസില് അനിയനെ. പിന്നെ ആൻസി പിന്നെ നാട്ടിലോട്ട് വന്നാൽ പിന്നെ ഞങ്ങള് കണ്ടേച്ചൊക്കെ കാണാതെ പോലില്ല.